സിപിഎമ്മിനെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ എസ്എഫ്ഐയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. ആഭ്യന്തര വകുപ്പിനെയും ആരോഗ്യ വകുപ്പിനെയും വിമർശിക്കുന്ന മുഖപ്രസംഗത്തിൽ സിപിഎം ജനങ്ങളിൽ നിന്ന് അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്നും വിലയിരുത്തുന്നു. എം എസ് അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ആഞ്ഞടിച്ചിരിക്കുകയാണല്ലോ സമസ്ത. സിപിഎമ്മിനെതിരെ എന്തൊക്കെയാണ് പറയുന്നത്? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. നേരത്തെ സമസ്ത സിപിഎമ്മുമായി അടുക്കുന്നു, അല്ലെങ്കിൽ ലീഗുമായി ഭിന്നതയുണ്ട്, മലബാറിലെ തെരഞ്ഞെടുപ്പ് വോട്ടുകളിൽ ഇത് ഫലിക്കും എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യങ്ങളൊന്നും ഫലവത്തായില്ല. സിപിഎമ്മിന് ദയനീയമായ തോൽവിയാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ചും പൊന്നാനിയിലും മലപ്പുറത്തും വടകരയിലും കോഴിക്കോടും വയനാടുമൊക്കെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിനാണ് സിപിഎം സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ചെയ്ത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ തോൽവിയുടെ കാരണങ്ങൾ അപഗ്രഥനം ചെയ്തുകൊണ്ട് എഡിറ്റോറിയൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ എസ്എഫ്ഐയുടെ അക്രമം വരെയുള്ള സംഭവങ്ങൾ ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് സുപ്രഭാതം പറയുന്നു. സിപിഎം ജനങ്ങളിൽ നിന്നും അകലുന്നു എന്നതിന്റെ, അല്ലെങ്കിൽ അകന്നു എന്നതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരും സിപിഎമ്മും എടുത്ത ജനവിരുദ്ധ നിലപാടുകൾ ഈ തിരിച്ചടിക്ക് ഒരു കാരണമായി. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി സിപിഎം നേതാക്കൾ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ കാണുന്നത്. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കുത്തഴിഞ്ഞിട്ടും ഈ ഭരണകൂടം ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും കൈക്കൊണ്ടില്ല. പോലീസ് രാജിൽ സംസ്ഥാനത്ത് ഈ ജനങ്ങളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. തുടർഭരണം നൽകിയ അധികാര ധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ ജനങ്ങളിൽ നിന്നും അകറ്റി. ഒപ്പം എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് സിപിഎമ്മിനെതിരെ ഉന്നയിക്കുന്നത്. ഒപ്പം ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാവുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയാണ് എന്നും ഈ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. അതായത് സിപിഎമ്മിനെ നിശിതമായി വിമർശിക്കുകയും ലീഗിന്റെ വിജയത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ഒപ്പം ലീഗിന്റെ വിജയം ഉയരത്തിലേക്കുള്ള കോണിപ്പടിയായി മാറുന്നു എന്ന പരാമർശം നടത്തുകയും ചെയ്യുന്നു. അത്തരത്തിൽ പൂർണ്ണമായി സിപിഎമ്മിനെ തള്ളിയും യുഡിഎഫിനെ, അല്ലെങ്കിൽ ലീഗിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു മുഖപത്രമാണ് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഉമർ ഫൈസിയെ പോലുള്ള നേതാക്കൾ, സമസ്ത നേതാക്കൾ സിപിഎം അനുകൂല പ്രസ്താവനകൾ നടത്തുന്നത് ലീഗ് അണികളിലും സമസ്തയിലെ ഒരു വിഭാഗത്തിലും വലിയ ഭിന്നതകൾ സൃഷ്ടിച്ചിരുന്നു. ഈ ഭിന്നതകൾക്കിടയിലാണ് ഇപ്പോൾ സമസ്ത മുഖപത്രം സിപിഎമ്മിനെ അങ്ങേയറ്റം ആഞ്ഞടിക്കുകയും ലീഗിനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടുള്ള മുഖപ്രസംഗം ഇറക്കിയിരിക്കുന്നത്. അനീഷ്, ഈ നേരത്തെ തന്നെ ഈ സുപ്രഭാതത്തിന് വലിയ നയവ്യതിയാനം ഉണ്ടായി എന്ന രീതിയിലൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിലാണ് സിപിഎം ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്നുള്ളതിന് തെളിവടക്കം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് എന്നുള്ളത് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടല്ല ഈ ലേഖനം വന്നിരിക്കുന്നത്? തീർച്ചയായും പല കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനങ്ങൾ, സർക്കാരിന് ഏതൊക്കെ മേഖലയിലാണ് പിഴവ് പറ്റുന്നത് എന്നത് സംബന്ധിച്ച ഇടത് സഹയാത്രികർ പോലും ഈ ഗീവർഗീസ് മാർ കുർലോസിനെ പോലുള്ള ആളുകളടക്കം മുന്നോട്ട് വയ്ക്കുന്ന അതേ കാര്യങ്ങളാണ് സമസ്തയും ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ജനങ്ങളിൽ നിന്നും സിപിഎം അകന്നു, അല്ലെങ്കിൽ സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ അകന്നു. തുടർഭരണം നൽകിയ അഹങ്കാരം ഒരു അധികാര പൊതിയായി വളർന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ്. ഒപ്പം ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ്. മെഡിക്കൽ കോളേജുകളിൽ നിന്നും നിരന്തരം പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഉയരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ നിരന്തരം ഈ ശസ്ത്രക്രിയ മാറി ചെയ്യുന്നു, അല്ലെങ്കിൽ വയറ്റിൽ കത്തിരി കുടുങ്ങുന്നു. ഇങ്ങനെ പല സംഭവങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ഈ വിമർശനത്തിന്റെ കാതലായി മാറുന്നത്. ഒപ്പം പോലീസ് പലയിടങ്ങളിലും അഴിഞ്ഞാടുന്ന, പ്രത്യേകിച്ചും ഈ നവകേരള യാത്രയൊക്കെ പുറപ്പെട്ട, അല്ലെങ്കിൽ ഈ സിപിഎമ്മിന്റെ യാത്രയൊക്കെ പുറപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചപ്പോൾ KSU പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമൊക്കെ എതിരായി പോലീസ് അഴിഞ്ഞാടിയ കാഴ്ച കണ്ടു. ഒപ്പം വിവിധ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളോടുള്ള പെരുമാറ്റം തുടങ്ങി ആഭ്യന്തര വകുപ്പ് അങ്ങേയറ്റം കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് കാണുമെന്നുള്ള വിമർശനം. ഒപ്പം സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാവാതെ വരിക, പെൻഷൻ ഉചിതമായ സമയത്ത് നൽകാതെ വരിക, KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ വരിക, അങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ അങ്ങേയറ്റം ദുരിതപൂർണ്ണമാക്കുന്ന നയങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം സാധാരണക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാകുമ്പോഴും കൃത്യമായ നടപടികൾ എടുക്കാത്ത സർക്കാർ, ഇത്തരം കാര്യങ്ങളൊക്കെ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സുപ്രഭാതവും സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതാണ് എന്തായാലും തങ്ങളുടെ നിലപാട് എന്താണ്, തങ്ങളുടെ നയം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മുഖപ്രസംഗമാണ് ഇന്ന് സുപ്രഭാതത്തിൽ വന്നിരിക്കുന്നത്. സിപിഎമ്മിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട്, പിണറായി വിജയന്റെ ധാർഷ്ട്യമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആണ് ഇന്ന് മുഖപ്രസംഗം വന്നിരിക്കുന്നത് സുപ്രഭാതത്തിൽ.